ഇപ്പോൾ ഒരു 5:30 5:45 ആകുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേൽക്കുവേ. എന്നിട്ട് ഇതാ ചായയൊക്കെ റെഡിയാക്കി കൊടുക്കണം. ഉണ്ണിക്ക് പള്ളിയിൽ പോകാനുണ്ട്. നമ്മൾ ഈ വർഷം ഉണ്ണിയുടെ ആദ്യ കുർബാന നടത്തുന്ന കാരണം രാവിലെ പള്ളിയിലൊക്കെ പോയി ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ണി വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചീനിക്കപ്പാറയ്ക്കാണ് എല്ലാ ദിവസവും പോകാറുള്ളത്. അപ്പോൾ 2 ദിവസം ലീവ് കിട്ടിയപ്പോഴത്തേക്കും പാലക്കയത്ത് പള്ളിയിൽ പോയേക്കാമെന്ന് വിചാരിച്ചത് അപ്പനും മോളും കൂടെ പാലക്കയത്ത് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്കൂട്ടി ഇന്നലെ പുറത്ത് കിടക്കുന്ന കണ്ടിട്ട് അകത്തോട്ട് കയറ്റിയിട്ട് വെയിൽ കൊള്ളുവാണല്ലോ. അപ്പോൾ എനിക്ക് വിഷമം കയറി, എൻ്റെ വണ്ടിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം അകത്തോട്ട് കയറ്റിയിട്ട് ഇപ്പോൾ ഇറക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കാറും ഓട്ടോയൊക്കെ കിടക്കുമല്ലേ. അപ്പോൾ അതൊക്കെ ഇറക്കിയിടുന്ന തന്ത്രപ്പാടിലായിരുന്നു, സമയം പോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വേഗം അവരങ്ങ് പോയി. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വേഗം പല്ലൊക്കെ തേക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഉറക്കക്ഷീണം കാരണം ഒരു രക്ഷയില്ല. രാത്രി കുറേ താമസിച്ചാണ് കിടന്നുറങ്ങുന്നത്. എന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും അതിൻ്റെ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാനതാ പല്ല് തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ആരും ഇല്ലല്ലോ. ഉണ്ണിയും പോവുകയും ചെയ്തു. പിന്നെ കുഞ്ഞാമ്മയും മെസ്സക്കുട്ടനും കിടന്നുറങ്ങുകയാണല്ലോ. നല്ല സുഖമായിട്ട് ആസ്വദിച്ച് ചായ കുടിക്കാമെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ചായ കുറേ നേരം ഇരുന്ന് കുടിക്കുന്നതാണ് ഇഷ്ടമേ. അപ്പോൾ അങ്ങനെ ചായ കുടി കഴിഞ്ഞിട്ട് എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് പോയി കിടക്കാമെന്ന് വിചാരിച്ച് പോയി കിടന്ന് ഒരു 5 മിനിറ്റ് കിടന്ന് കാണും. അപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റു. അവർ വരുമ്പോഴത്തേക്കും ചേട്ടായിക്ക് ഫുഡ് കൊടുത്ത് വിടണമല്ലോ, വണ്ടി ഓടാൻ പോകണം. അപ്പോഴത്തേക്കും ടാപ്പ് തുറന്ന് നോക്കുമ്പോൾ വെള്ളമില്ല. അപ്പോൾ പിന്നെ ഓടിപ്പോയി വെള്ളം ഹോസിൽ കുത്തി വിട്ടു കേട്ടോ. അപ്പം ആ ടാപ്പിൽ കൂടി ഇനി വെള്ളം വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കില്ല. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു അടിച്ച് വാരി അങ്ങ് തുടച്ചേക്കാമെന്ന് വിചാരിച്ചു. അടിച്ച് വാരി മൊത്തം ഇട്ടിട്ടോ. വെള്ളം വന്നിട്ട് നമുക്ക് തുടയ്ക്കുകയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെള്ളം അടിച്ച് വാരിക്കൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ എഴുന്നേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. അവരതിലൂടെ എല്ലാം ഓടിപ്പാഞ്ഞ് നടന്ന് എനിക്ക് അടിക്കുകയൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ ആദ്യം തന്നെ സിറ്റ് ഔട്ടിൽ നിന്നാണ് കേട്ടോ അടിച്ചു തുടങ്ങുന്നത്. കാരണം ആരെങ്കിലും വരികയാണെങ്കിൽ ഫസ്റ്റ് കാണുന്നത് സിറ്റ് ഔട്ടാണല്ലോ. അപ്പോൾ അവിടെ ആദ്യം വൃത്തിയാക്കും, പിന്നെ ഉള്ളിലോട്ട് ഞാൻ കയറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എസക്കുട്ടനും കുഞ്ഞാമ്മയും നല്ല പോലെ ഉറക്കം. അവർ കുറച്ച് കഴിഞ്ഞിട്ടേ എഴുന്നേൽക്കുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഷടപടേന്ന് എൻ്റെ പണികളെല്ലാം തീർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടിച്ചുവാരെല്ലാം കഴിഞ്ഞിട്ട് ഇതാ പുട്ടാണ് ഉണ്ടാക്കിയതിനെ. പുട്ടും ഏത്തപ്പഴമായിരുന്നു. കടലയൊന്നും ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോൾ വേഗം തന്നെ ഒരു പഴമൊക്കെ അങ്ങ് പുഴുങ്ങി കൊടുത്തു. അതൊക്കെ കഴിച്ചിട്ട് ചേട്ടായി അങ്ങ് വണ്ടി ഓടാൻ വേണ്ടിയിട്ട് പോയേ. പിന്നെ ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും ഉള്ള ഫുഡെല്ലാം റെഡിയാക്കണം. പിള്ളേരെല്ലാം എഴുതിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓടി വന്നൊന്ന് മുറ്റമടിക്കാമെന്ന് വിചാരിച്ചേ. 2 ആഴ്ചയായിട്ട് ഇവിടെ മുറ്റപടിയൊന്നുമില്ല. കാരണം ഒരാഴ്ച ഞാൻ അങ്ങ് ചീനിക്കപ്പാറ പോയി നിന്നു, പിന്നെ ഒരാഴ്ച നമ്മൾ അട്ടപ്പാടിയിൽ അങ്ങ് പോയി നിന്നു. അപ്പം അതൊക്കെ കൊണ്ട് നമ്മുടെ മുറ്റപടിയൊക്കെ അങ്ങ് നിന്ന് പോയായിരുന്നു. അപ്പോൾ ഇനി പെട്ടെന്നൊന്ന് മുറ്റമടിച്ച് ഓടിപ്പടഞ്ഞ് ചടചടാന്നാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗമാണെന്നെങ്കിൽ ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്ന് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കാരണം അവിടെ അധികം പുല്ലൊന്നുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തോണ്ടി കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ വന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഈ എസക്കുട്ടൻ ഉണ്ടാകുന്നതിന് മുന്നേ വരെ നല്ല അടിപൊളിയായിട്ട് എൻ്റെ മുറ്റത്തൊന്നും ഒരു കാട് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാനതെല്ലാം കൈ വെച്ച് വലിച്ച് പറിക്കുമായിരുന്നു. എന്നിട്ട് ആൾക്കാർ ചോദിക്കും എന്നോട്, ഇത് വാടകയ്ക്കല്ലേ, സ്വന്തം ഒന്നും അല്ലല്ലോ, പിന്നെ ഇതിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഇതിനൊന്നും സമയത്തില്ല. ചെറുക്കൻ്റെ പുറകിന് നടക്കാനേ സമയമുള്ളൂ. പിന്നെ ഇന്നോ നാളെയോ മറ്റന്നാളോ നമ്മളിവിടുന്ന് ഇറങ്ങി പോകണമല്ലോ. പിന്നെ ഞാൻ അങ്ങനെ കഷ്ടപ്പെടണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിച്ച് വയറിലും പെറുക്കലൊക്കെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി മത്തിക്കറി വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ അങ്ങനെ മത്തിക്കറിയൊക്കെ വെച്ചെടുത്തു. പിന്നെ നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് വേറൊരു കറിയും കൂടെ വെക്കണമല്ലോ. അപ്പോൾ മാങ്ങ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മാങ്ങ വെച്ചിട്ട് നമുക്ക് അങ്കമാലി സ്റ്റൈലിൽ മാങ്ങാക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കക്ഷീണം വരുന്നുണ്ട് ഇപ്പോൾ പോലും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷനാണ്, നല്ല ആസ്വദിച്ച് കിടന്നുറങ്ങാമല്ലോ, നേരത്തെ എഴുന്നേൽക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു രാത്രി കുറേ താമസിച്ചാണ് കിടന്നുറങ്ങുന്നത്. എന്നൊക്കെ ഇരുന്നപ്പോഴാണ് ഈ ആദ്യ കുർബാനയും ക്ലാസ്സും പള്ളിപ്പോക്കൊക്കെ വന്നത്. അതിൻ്റെ നല്ല മടി എനിക്കുണ്ട്. എന്നാലും സാരമില്ല, ഇനി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉറങ്ങാമെന്നൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഓരോ പണി ചെയ്തുകൊണ്ട് ഈ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരും കേട്ടോ. ചില ദിവസമേ കിടക്കാൻ പറ്റത്തുള്ളൂ, ചില ദിവസം അതും പറ്റത്തില്ല. അപ്പോൾ വേഗം ഞാൻ ചേട്ടായി വന്ന് ചോറുണ്ട് പോയപ്പോഴത്തേക്കും ഞാൻ വേഗം ചോറുണ്ടുവാണേ. പിള്ളേരൊന്നും ചോറുണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഇതാ ചെറുക്കനും അവരും തമ്മിൽ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വാരി വലിച്ച് ചോറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ അവൻ്റെ അടുത്തേക്ക് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മുടെ മീൻകൂട്ടന്മാരെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരാഴ്ച ഹോസ്പിറ്റലിൽ പോയി നിന്നപ്പോഴത്തേക്കും എൻ്റെ മീനെല്ലാം ചത്തുപോയി. 6 മീനുണ്ടായിരുന്നു, ഇപ്പോൾ 2 ബാക്കിയുള്ളൂ. ഇവന്മാരെങ്കിലും ചാവാതെ രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ എന്നും വെള്ളം മാറ്റി കൊടുത്ത് നമ്മുടെ ടേബിളിലൊക്കെ കൊണ്ടുവച്ചൊന്ന് വെക്കാറുണ്ട്. ചെടി കഴുകാൻ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഓട്ടോറിക്ഷ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടി കഴുകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. കെട്ടിയവനാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് ഈ വണ്ടി കഴുകൽ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓട്ടോറിക്ഷ എന്നും കഴുകി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്താണെന്നറിയത്തില്ല ഇങ്ങനെ കഴുകാൻ. അപ്പോൾ ഞാൻ അങ്ങനെ വണ്ടിയൊക്കെ കഴുകി നമ്മൾ വൈകുന്നേരം അങ്ങ് ചെടിയൊക്കെ നനച്ച് കയറി പോകുന്നത്. അപ്പോഴത്തേക്ക് ഇരുട്ടായി. പാതിരാത്രിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അനിയനെയും കളിപ്പിച്ചുകൊണ്ട് ചേച്ചിമാരെ ഇരിക്കുവാണേ. ഇതാണ് ഇപ്പോൾ രാത്രിയത്തെ പരിപാടിയേ.